സകല മനുഷ്യരുടെയും പാപങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ആ മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായി തീർന്നു ആദ്യ മനുഷ്യനായ ആദം. എന്നാൽ ആ യഹോവയായ ദൈവത്തെ തെറി പറയുന്ന, യഹോവയായ ദൈവത്തെ പിശാചെന്ന് വിളിക്കുന്ന ആൾക്കാർക്കുള്ള ചെറിയൊരു മറുപടിയാണ്. നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് യഹോവയായ ദൈവം പിശാചാണെന്നും യഹോവയായ ദൈവം ക്രൂരനാണെന്നും എല്ലാം പറയുന്നത്? അത് വേറെ ആരുമല്ല, ഇപ്പോൾ ഈ അടുത്തിട കൊണ്ട് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ആൽബർട്ട് യോഹന്നാൻ എന്ന് പറയുന്ന ആളാണ്. ആൽബർട്ട് യോഹന്നാൻ പറയുന്നത് യഹോവയായ ദൈവം പിശാചാണ് എന്നൊക്കെയാണ്. എന്നിട്ട് അദ്ദേഹം നിൽക്കുന്നത് യഹോവയായ ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന സുറിയാനി സഭയിലുമാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അംഗത്വമുള്ള ആളാണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഞാൻ പറഞ്ഞല്ല, അദ്ദേഹം അവകാശപ്പെടുകയാണ്. ആ അവകാശപ്പെട്ടിട്ട് അദ്ദേഹം പറയാണ് യഹോവയായ ദൈവം പിശാചാണ്, യഹോവയായ ദൈവം പിശാചാണ്, യഹോവയായ ദൈവം പിശാചാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിലും അല്ലാതെയും പല സ്ഥലങ്ങളിൽ അദ്ദേഹം എഴുതിയിടുകയെല്ലാം ചെയ്തു. അതുകൊണ്ട് ആൽബർട്ട് യോഹന്നാനോട് ഒരു കാര്യം ചോദിക്കുകയാണ്. ആൽബർട്ട് യോഹന്നാനെ, താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ഇത് അംഗീകരിക്കുന്നുണ്ടോ? താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ഇത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് പൂർണ്ണമായിട്ട് അത് പറയാം. പക്ഷെ താങ്കൾ ഉൾപ്പെട്ട് നിൽക്കുന്നത് ജിജി എന്ന് പറയുന്ന ലോക കൾട്ടിലാണെങ്കിൽ, ഗ്ലോറിയസ് എന്ന് പറയുന്ന ഷിബു പീഡിയക്കലിലൂടെ ലോക കൾട്ടിലാണെന്നുണ്ടെങ്കിൽ താങ്കൾ അത് തുറന്നു പറയണം. നിങ്ങളുടെ സഭയിൽ പോയി അത് തുറന്നു പറയണം. എങ്ങനെ? ആ യഹോവ ദൈവം പിശാചാണെന്നാണ് എൻ്റെ ആചാര്യ ഗുരു ഷിബു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മൊത്തം മാറ്റി. ചിലപ്പോൾ എന്തൊക്കെയാണ് താങ്കൾക്ക് ഷിബു പഠിപ്പിച്ചത് ഏകദേശം ഉള്ളിൽ ഒരു ശക്തമായ പ്രചോദനം നടത്തിയത് കൊണ്ടായിരിക്കാം താങ്കൾ ഫേസ്ബുക്കിൽ അത് എഴുതിയിട്ടിരിക്കുന്നത്. ഇനി ആൽബർട്ട് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ആളാണോ ഇല്ലയോ എന്നത് ഞാൻ പറഞ്ഞതല്ല, അത് ആൽബർട്ട് തന്നെ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഞാൻ കൃത്യമായിട്ട് പറയും, ഞാൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗവും വിശ്വാസിയാണ് എന്ന ഐഡന്റിറ്റിയിലായിരിക്കും. അപ്പൊ നിങ്ങൾ പറയണം ജിജി നല്ലല്ലോ, ഞാൻ എന്റെ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകുന്ന ആളാ. നിങ്ങൾ കേട്ടുവല്ലോ ഈ സംഭവം. ഞങ്ങളുമായിട്ട് ഒരു ഡിബേറ്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീടിന്റെ കുറച്ചപ്പുറത്തേക്ക് മാറി ഞങ്ങൾ പരസ്യവും നടത്തിയപ്പോൾ അവിടെ വെച്ച് ഒരു ഡിബേറ്റിന് വേണ്ടിയുള്ള കാര്യത്തിന് ക്ഷണിച്ചപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ്. അദ്ദേഹം ജിജി അല്ല, ജിജിയുടെ ഉപദേശം ചേർത്ത് പിടിക്കുന്ന ആളാണ്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ജിജിക്കാർ വിളിച്ചുകൊണ്ട് പോയി പൊന്നാട എണീക്കേണ്ട കാര്യമില്ലല്ലോ. 3 സുവിശേഷകരോട് കുറച്ച് പൊട്ട ചോദ്യം ചോദിച്ചിട്ട് അവിടുന്ന് ഓടിച്ചു വിട്ടിട്ട് അതിൽ വീരയോദ്ധാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി പൊന്നാട എണീക്കേണ്ട കാര്യമില്ലല്ലോ. അത് നിങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നതാണ്. ഇവിടെ പറയുന്നത് അദ്ദേഹം വരുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുമായിട്ട് ഡിബേറ്റിന് വരുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വക്താവായിട്ടാണ് വരുന്നത്. ആ ഉപദേശമാണ്. അല്ല ആൽബർട്ട് യോഹന്നാനെ, ആ ഉപദേശത്തിൽ എവിടെയാണ് നിങ്ങളുടെ സഭ യഹോവയായ ദൈവം പിശാചാണെന്നൊക്കെ പഠിപ്പിക്കുന്നത്? എവിടെയാണ് അത് പഠിപ്പിക്കുന്നത്? ഒന്ന് പറയാമോ? ഇത് ആൽബർട്ട് യോഹന്നാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടിരിക്കുന്ന ഒരു ഇതാണ്. മലങ്കരയിലുള്ള മെത്രാൻ കക്ഷിക്കാരോടും ബാവ കക്ഷിക്കാരോടും ആരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇന്നൊരു സത്യം തുറന്നു പറയുകയാണ്. പലവട്ടം പരസ്യമായി പറയണം എന്ന് കരുതിയതാണ്. ചരിത്രം പഠിച്ചാൽ യഹോവ എന്ന് മലങ്കരയിൽ വന്നുകൂടിയോ അന്ന് തുടങ്ങിയതാണ് മലങ്കരയിൽ കക്ഷിവഴക്ക്. യഹോവയുടെ പ്രവർത്തികൾ, യഹോവയുടെ കളികൾ. യഹോവയെ ഉപേക്ഷിക്കുക, സഭയെ രക്ഷിക്കുക. ഇപ്പോഴും യഹോവയുടെ കൊല്ലും കൊലയും ഉടായിപ്പ് പരിപാടികളും നടത്താൻ യഹോവയെ കൂട്ടുപിടിക്കുന്ന ഇരുവിഭാഗങ്ങൾ ആണ് മലങ്കരയിൽ ഉള്ളത്. വിശുദ്ധ മാമോദിസ കൂദാശയിൽ മാത്രം യഹോവയെ ബ്രാക്കറ്റിൽ എന്താണ് എഴുതിയിട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. സാത്താനെ ഉപേക്ഷിച്ചു മിശിഹായെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. മിശിഹായെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ. പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ സഭാതർക്കവും തീരും. യഥാർത്ഥ ദൈവം സ്നേഹമാണെന്ന് പൊതുജനത്തിന് തിരിച്ചറിയാനും സ്നേഹം പങ്കുവെക്കാനിടയാവും. ഇതൊക്കെ ഇപ്പോൾ പരസ്യമായി പറയേണ്ടി വന്നേ ക്ഷമിക്കുക. യുദ്ധവീരനായ യഹോവ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, ചോരക്കുതിയനായ യഹോവ, യഹോവയ്ക്ക് സകല ജാതികളോടും ക്രോധവും അവരുടെ സർവ്വ സൈന്യത്തോടും ക്രോധവും ഉണ്ട്. അവൻ അവരെ ശബ്ദാർപ്പിതമായി കുലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 34
2. അങ്ങനെയെങ്കിൽ ആൽബർട്ട് യോഹന്നാൻ യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം കൂടെ അങ്ങ് എഴുതിയിടുന്ന വളരെ നല്ലതായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ആൽബർട്ട് യോഹന്നാനും ടീമും യഹോവയെ തെരുവ് പറഞ്ഞു നടക്കുന്ന പിശാചാണെന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. പക്ഷെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അത് വിശ്വസിക്കുന്നുണ്ട്. യെശയ്യാ 53-ാം അധ്യായം വിശ്വസിക്കുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. യഹോവയുടെ വാൾ രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞു ഇരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊറ്റന്മാരുടെ മൂത്രപിണ്ഡങ്ങളുടെ കൊഴുപ്പ് കൊണ്ടും തന്നെ യഹോവയ്ക്ക് ബ്രസയിൽ ഒരു യാഗവും ഏതാം ദേശത്ത് ഒരു മഹാസംഹാരവും ഉണ്ട്. യെശയ്യാവിന്റെ ദിവസം 34:6. യഹോവയെ കയറ്റിയത് മുതൽ മലങ്കരയിൽ യഹോവയുടെ പ്രവർത്തികൾ നടത്താനാണ് സഭയ്ക്ക് താല്പര്യം. അപ്പൊ യഹോവയെ ദൈവം അത്രയ്ക്ക് മോശമാണെന്നാണോ ആചാര്യം പഠിപ്പിച്ചു വിട്ടത്? മോശമാണെന്നാണോ വിട്ടത്? താങ്കൾ എന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ മലങ്കര സഭയില് മാമോദിസ മുക്കുന്നതിന്റെയും പെരുന്നാളിന്റെയും ക്രിസ്തുമസിന്റെ ഒക്കെ. ആൽബർട്ട് യോഹന്നാനെ, താങ്കൾ എവിടാണ് നിൽക്കുന്നത്? യഹോവയ ദൈവത്തെ തെറിവിളിക്കുന്ന ആ കൾട്ടിന്റെ കൂട്ടത്തിലാണോ അതോ താങ്കളുടെ ഇതിലാണോ? ഞാൻ പറയുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് യഹോവ ദൈവമാണെന്ന് ഞാൻ പറയുന്നതാണ് ആൽബർട്ട് യോഹന്നാൻ ബുദ്ധിമുട്ടെന്നുണ്ടെങ്കിൽ ആൽബർട്ട് യോഹന്നാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ദേവാലയ കൂദാശ സുറിയാനി ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ ഞാൻ എഴുതിയതോ എന്റെ കുടുംബക്കാരോ TFO അല്ലെങ്കിൽ സാക്ഷി ആരും എഴുതിയതല്ല. ഇതാരും എഴുതിയതാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. സിൽവാനോസ് അയൂബ് മെത്രാപ്പോലിത്ത എഴുതിയ പുസ്തകമാണ് ഇത്. ഞാൻ എഴുതിയ പുസ്തകമല്ല. ഈ പുസ്തകത്തിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ദേവാലയ സൗധത്തിൽ അർത്ഥവ്യാപ്തിയുടെയും പ്രാധാന്യത്തിന്റെയും വ്യാഖ്യാനം പഴയ നിയമത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ കനാലിലൂടെ യാക്കോബ് കടന്നു പോകുമ്പോൾ ഒരു ഉറക്കത്തിൽ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണിയിൽ മാലാഖമാർ കയറുന്നതും ഇറങ്ങുന്നതും സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടു. യാക്കോബ് പ്രസ്താവിച്ചു, ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമില്ല. ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 17 പറഞ്ഞിരിക്കുന്നത്. യുഗങ്ങളായി ക്രിസ്ത്യാനികൾ തങ്ങളുടെ ദേവാലയങ്ങളെ ദൈവഭവനം എന്നാണ് വിളിക്കുന്നത്. നാം ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള തിരുനിവാസത്തെ ഈ നാമം സൂചിപ്പിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ലക്ഷ്യമായി നിർമ്മിതമായിരിക്കുന്ന ഈ സൗധമാണിത് എന്ന് വർണ്ണിക്കുന്നു. അതിന്റെ ഉടമസ്ഥന് യോഗ്യമായ ഒരാലയം. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ യാക്കോബിന്റെ വിഷയം ആൽബർട്ട് ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ കാനാനിലൂടെ നടന്ന യാക്കോബ് ഏത് ദൈവത്തെയാണ് മഹത്വപ്പെടുത്തിയത്? ഞാൻ എഴുതിയ പുസ്തകമല്ല കേട്ടോ, നിങ്ങളുടെ ആൾക്കാർ എഴുതിയ പുസ്തകമാണ്. ഇനി ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിക്കാം. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനും അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായന്റെ 16 മുതൽ 18 വരെ. 17-ാമത്തെ വാക്യമാണ് പറയുന്നത്. 16 മുതൽ 18 വരെയുള്ള ഭാഗത്ത് യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം. യാക്കോബ് വിശ്വസിച്ച ആ യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് ആൽബർട്ട് യോഹന്നാന്റെ നിങ്ങളുടെ മെത്രാൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ അകത്ത് തന്നെ വളരെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിന്റെ ആ പുസ്തകത്തിന്റെ തന്നെ 25-ാമത്തെ പേജിൽ എഴുതിയിരിക്കുകയാണ് ശലോമോന്റെ മന്ദിര സമർപ്പണം. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായന്റെ 63. ക്രിസ്ത്യാനികൾക്ക് തങ്ങളുടെ ദേവാലയ കൂദാശയ്ക്ക് മാതൃകയേകുന്നു. പേജ് 25-ന്റെ അകത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ആൽബർട്ട് യോഹന്നാൻ ക്രിസ്ത്യാനി അല്ലാത്ത ആൽബർട്ട് യോഹന്നാനോടാണ് പറഞ്ഞത്. ആൽബർട്ട് യോഹന്നാൻ നിങ്ങളുടെ പിതാക്കന്മാർ വിശ്വസിക്കുന്ന ആ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവയായ ദൈവം അല്ലെങ്കിൽ പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പുസ്തകങ്ങളിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന നിങ്ങളുടെ സഭയിലുള്ള മെത്രാന്മാരും മറ്റുള്ളവരും ക്രിസ്ത്യാനികളായിട്ടാണോ ജീവിക്കുന്നതെന്ന് നിങ്ങൾ പരിശോധിക്കുമ്പോൾ ആൽബർട്ട് യോഹന്നാൻ ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായന്റെ 63 എന്താ പറഞ്ഞിരിക്കുന്നത്? 61 മുതൽ 60. ആകയാൽ ഇന്നുള്ളതുപോലെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാനും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരിക്കട്ടെ. പിന്നെ രാജാവും എല്ലാ ഇസ്രായേലും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. ശലോമോൻ യഹോവയ്ക്ക് 20,000 കാളയെയും 120,000 ആടിനെയും സമാധാന യാഗമായിട്ട് അർപ്പിച്ചു. ഇങ്ങനെ രാജാവും ഇസ്രായേൽ മക്കളൊക്കെയും യഹോവയുടെ ആലയത്തെ പ്രതിഷ്ഠിച്ചു. ഞാൻ എഴുതിയ പുസ്തകമല്ല കേട്ടോ,
ആ പുസ്തകത്തിന്റെ ഹെഡിങ് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ദേവാലയ സമർപ്പണമാണ്. അങ്ങനെയെങ്കിൽ ആൽബർട്ട് യോഹന്നാൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദേവാലയം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദേവാലയം, അവിടെ യഹോവയുടെ യാഗമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിന് സമർപ്പിച്ച ആലയ ശുദ്ധീകരണ രീതിയല്ലേ പറഞ്ഞത്? കാരണം ഇത് ഞാൻ എഴുതിയ പുസ്തകമല്ലല്ലോ, നിങ്ങളുടെ പിതാക്കന്മാർ എഴുതിയ പുസ്തകമാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 8 അധ്യായം 61 മുതൽ 63 വരെയുള്ള വാക്യങ്ങളിൽ യഹോവ എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ആൽബർട്ടെ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇത് യഹോവയായ ദൈവത്തെ നിങ്ങൾക്ക് ഇങ്ങനെ മോശം പറയാൻ, സാത്താൻ എന്ന് വിളിക്കാൻ പറ്റുന്നു? അതിപ്പോ നിങ്ങൾ ജീവനുള്ള ദൈവത്തിൽ നിന്നും വിട്ട് പിശാചിന്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറയേണ്ടിയിരിക്കുന്നു. അതേ പുസ്തകം തന്നെ 26-ാമത്തെ പേജ്. പഴയ നിയമകാലത്ത് ശുദ്ധീകരണ പ്രക്രിയ നടത്തിയിരുന്നത് ബലിയുടെ പ്രായശ്ചിത്ത രക്തം വ്യക്തികൾ മേലോ ആരാധന കർമ്മ ഉപകരണത്തിലോ തളിച്ചുകൊണ്ടായിരുന്നു. പുറപ്പാട് പുസ്തകം 29 അധ്യായം 21. പുതിയ നിയമത്തിലാകട്ടെ ശുദ്ധീകരണം പ്രത്യേക വ്യക്തികളിലും ദൈവത്തിനുള്ള സാധനങ്ങൾ നിർവഹിച്ചിരുന്നതായി വിവരിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1:30, 2 തെസ്സലോനിക്കർ 2:13, 1 പത്രോസ് 1:2. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് വ്യവഹരിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യാവതാരം ചെയ്ത പുത്രനുമായിട്ടുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സഭയുടെ വ്യക്തിത്വ അംഗീകാരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സഭ ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ട ദൈവത്തിന്റെ തിരുനിവാസ സ്ഥലവുമാണ്. ഈ പഠനത്തിന്റെ നല്ലൊരു ഭാഗം പഴയ പുതിയ നിയമങ്ങളിൽ സഭയെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ധന്യനായ വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിത രൂപകൽപ്പനയെ വരച്ചു കാട്ടുന്നതിനായി നീക്കിവച്ചിരിക്കുന്നു. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെ സഭാപിതാക്കന്മാർ നടത്തിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥവ്യാഖ്യാനങ്ങളുടെ പുസ്തകമായ ഒരു ഗ്രന്ഥവ്യാഖ്യാനങ്ങളെ പ്രസക്തമായ ഒരു വിശാല വീക്ഷണമെന്നും ദേവാലയ കൂദാശ ലിഖിതങ്ങളെ കരുതാം. വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളുടെ പ്രതീകാത്മക വ്യാഖ്യാനത്തെയാണ് സഭയ്ക്ക് വേണ്ടി പ്രതിച്ഛായ സൃഷ്ടിക്കുവാൻ അവർ ആശ്രയിച്ചത്. അപ്പോൾ യഹോവയെ തെറി പറയുന്ന ഇവന്റെ കൂട്ടത്തിൽ നടക്കുന്ന ആൽബർട്ടിന്റെ കൂട്ടത്തിൽ നടക്കുന്ന, യോഹന്നാന്റെ കൂട്ടത്തിൽ നടക്കുന്ന ഇവരോട് പറയുകയാണ്, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ എസ്സും മൂളിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം ഇവിടെ എന്താണ് എഴുതിയത്? 1 കൊരിന്ത്യർ ലേഖനം 1:30. നിങ്ങളോ അവനാൽ യേശു ക്രിസ്തുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 1 കൊരിന്ത്യർ ലേഖനം 1:30. 2 തെസ്സലോനിക്കർ 2:13. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശദീകരണത്തിനും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുത്തത് കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു. 1 പത്രോസ് 1:2. പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അല്ല ആൽബർട്ടെ, ഈ പുറപ്പാട് പുസ്തകം 29:21 ആസ്പദമാക്കിയല്ലേ പുതിയ നിയമത്തിൽ ഇത് വന്നിരിക്കുന്നത്? അതിൽ തന്നെ പറയുന്നത് എന്താണ്? ഈ പഠനത്തിന്റെ നല്ലൊരു ഭാഗം പഴയ പുതിയ നിയമങ്ങളിൽ സഭയെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ ആൽബർട്ട് യോഹന്നാൻ വിശ്വസിച്ചിരിക്കുന്ന ഒരു സഭയുടെ കാര്യം പറഞ്ഞല്ലോ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്നത്. ആ സഭയിൽ വിശ്വസിച്ച് നിൽക്കുന്നവരെ പറ്റിയാ പറയുന്നത്. ആൽബർട്ട് അവിടെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ ഒരു സംശയമായിരിക്കുന്നു. അടുത്ത 27-ാമത്തെ പേജ്. ഈ പഠനത്തിൽ സുറിയാനി ഓർത്തഡോക്സ് പാരമ്പര്യത്തിലെ കൂദാശക്രമങ്ങളിൽ മാത്രമാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദേവാലയ കൂദാശ ക്രമത്തിന്റെ ഉള്ളടക്കത്തെ വിശദീകരിക്കുക, അതിന്റെ വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതവും ആരാധനാപരവും വേദശാസ്ത്രപരമായ പ്രാധാന്യത്തെ അപഗ്രഹിക്കുന്ന എന്നിവയാണ് ഈ പഠനത്തിന്റെ ലക്ഷ്യം. വിശുദ്ധ മാമോദിസ, വിശുദ്ധ കുർബാന, അതുപോലെയുള്ള മറ്റ് ശുശ്രൂഷകൾ എന്നിവയ്ക്കുള്ളതുപോലെ സുറിയാനി ഓർത്തഡോക്സ് പാരമ്പര്യത്തിലെ ദേവാലയ കൂദാശ ക്രമത്തിന് ആരാധനാപരമായ വ്യാഖ്യാനങ്ങൾ തുലവും കുറവാണ്. പരിശുദ്ധതയുടെ അടയാളമായ ദേവാലയത്തിന്റെ കൂദാശയ്ക്ക് ശേഷം ആ ദേവാലയത്തിൽ തുടർച്ചയായി 40 ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പാരമ്പര്യം പരിശുദ്ധ സഭയിൽ ഉണ്ടായിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 7:4, മത്തായിയുടെ സുവിശേഷം 4:2, അപ്പോസ്തല പ്രവൃത്തി 1:3. സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ ദേവാലയ കൂദാശ സഭയിലെ മറ്റ് 7 കൂദാശകൾ ഉൾപ്പെടുന്നില്ലെങ്കിൽ പോലും സഭയിലെ ഒരു മനോഹര ശുശ്രൂഷയാണ്. അപ്പൊ ഉൽപ്പത്തി പുസ്തകവും മത്തായിയുടെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയൊക്കെ ചേർത്ത് വെച്ച് എഴുതുമ്പോൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യഹോവയായ ദൈവത്തെ അല്ലേ ഈ യോഹന്നാൻ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരിയല്ലേ ആൽബർട്ടെ? നിങ്ങൾ ഒരാള് കാരണം അനേകരുടെ ഉള്ളിലേക്ക് യഹോവയായ ദൈവം സാത്താനാണെന്നുള്ള ഒരു ചിന്താഗതി വരത്തില്ല. നിങ്ങളെ പോലെ കുറെ ആൾക്കാർ ഇതിങ്ങനെ കുറച്ചതാണ്.
വേറൊരാളുണ്ട് മോശയുടെ ദൈവം മോശക്കാരനാണെന്നും പറഞ്ഞിട്ട് കിടക്കുന്നത്. അങ്ങനെയും കുറെ എണ്ണം ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 4-5. ഇനി 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഭൂമിയിൽ 40 രാവും 40 പകലും മഴ പെയ്യിക്കും. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഭൂമിയിൽ നിന്ന് നശിപ്പിക്കും. യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെ നോഹ ചെയ്തു. ഇതെന്താണ് സംഭവം? അപ്പൊ ഇതിൻ്റെ അകത്ത് പറയാൻ കണ്ടോ, യഹോവ നശിപ്പിക്കും എന്ന് പറയും. അത് നോഹയുടെ ചരിത്രം ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. നോഹയെ പറ്റി പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നോഹയെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ കാണാം നീതിപ്രസംഗിയായ നോഹയെന്ന്. നോഹ പെട്ടകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ്, വളരെ വ്യക്തമായിട്ട് നീതിയോടുകൂടി തന്നെ ദൈവത്തിന്റെ രാജ്യത്തെപ്പറ്റി, ദൈവരാജ്യത്തെപ്പറ്റി സുവിശേഷം അല്ലെന്നുണ്ടെങ്കിൽ സത്യവിശേഷം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ തെറ്റിൽ നിന്ന് മടങ്ങി വരൂ എന്ന് പറയുന്ന ആ പൂർണ്ണ സുവിശേഷത്തിന്റെ ആദ്യ ഇത് നോഹ സകലരോടും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നീതിപ്രസംഗിയായ നോഹ എന്നുള്ള പേര് വന്നത്. ഇതൊന്നും വായിക്കാതെയൊക്കെ നടക്കുന്ന നിങ്ങള് നീതിപ്രസംഗിയായ നോഹയെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതുമ്പോൾ നീതിയോടെ ദൈവത്തെ പറ്റി പ്രസംഗിച്ച ആളാണ്. ആ നോഹ യഹോവയായ ദൈവത്തിന്റെ നാമത്തിലാണ് സുഹൃത്തെ സംസാരിച്ചത്. പക്ഷെ നിങ്ങളെപ്പോലുള്ള കൾട്ട് ടീമുകൾ, നിങ്ങളെപ്പോലുള്ള ദൈവത്തിന് വിരോധമായി, വിശുദ്ധ വേദപുസ്തകത്തിന്, നിങ്ങൾ വിശ്വസിക്കുന്ന സഭയ്ക്ക് വിരോധമായി ഏതെങ്കിലും സാത്താനിക പ്രവൃത്തിയുടെ സന്ദേശവാഹകരായിട്ട് നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കും. യഹോവയെ പറ്റി മോശം സംസാരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇനി ആ പുസ്തകത്തിന്റെ 43-ാമത്തെ പേജ്, പ്രവാചകന്മാർ, സ്ലീഹന്മാർ, വിശുദ്ധന്മാർ, സഹതന്മാർ എന്നിവരോടുള്ള മധ്യസ്ഥതയിൽ അഗാധമായി വേരൂന്നിയാണ് സുറിയാനി ആരാധനക്രമം എബ്രായ ലേഖനം 13:7 തങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചവരെ ഓർത്തുകൊള്ളണമെന്ന് ഗ്രന്ഥകർത്താവ് ഉപദേശിക്കുന്നതിനാൽ അവരുടെ ഓർമ്മയിലുള്ള ഭക്തി പ്രകടിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ രഹസ്യപൂർണമായ ശരീരത്തിലെ അംഗങ്ങളായി അവരെ പരിഗണിക്കുന്നു. വിശ്വാസികളായ എല്ലാവരും അതേ ശരീരത്തിന്റെ അംഗങ്ങളാണ്. എബ്രായ ലേഖനത്തിൽ നിന്നാണ് 13:7 ഒന്ന് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ കാണാം. ഇനി വളരെ വ്യക്തമായിട്ട് അടുത്ത് നോക്കുക. ഉദാഹരണമായി അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ, ദാവീദ്, പ്രവാചകന്മാർ, ഇയ്യോബ്, ദാനിയേൽ, ബാബിലോണിലെ തീച്ചുളയിലെ വിശുദ്ധന്മാരായ 3 പേർ തുടങ്ങിയ പഴയ നിയമ പിതാക്കന്മാർക്കും വിശുദ്ധന്മാർക്കും ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുകയും ക്രിസ്തുവിന്റെ രഹസ്യത്തിന് സാക്ഷികളാകുകയും ചെയ്ത അപ്പോസ്തലന്മാരോടൊപ്പം സ്ഥാനം നൽകുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ കുർബാന തസ്കയിൽ കാണുന്ന ഞങ്ങളുടെ പിതാവായ ആദവും ഞങ്ങളുടെ മാതാവായ ഹവ്വായും എന്ന ശ്രദ്ധേയമായ പരാമർശം രക്ഷയുടെ രഹസ്യം ആദിപുരുഷൻ എന്ന് പറഞ്ഞു ബാക്കി പോകുന്നുണ്ട്. അപ്പോ ഈ യഹോവയെ തെറി പറഞ്ഞു നടക്കുന്ന ആൽബർട്ടിനോട് ചോദിക്കുകയാണ്, ആൽബർട്ടെ, യഹോവ സാത്താൻ എന്ന് പറഞ്ഞു നടക്കുന്ന ആൽബർട്ടിനോട് പറയാണ്, ആൽബർട്ടെ, നിങ്ങൾ എന്തും മനുഷ്യനാണ്. നിങ്ങൾ ഒരേ സമയം 2 വള്ളത്തിൽ കാലി ചവിട്ടി കവ കീറിപ്പോവും. മനസ്സിലായോ? കാരണം യഹോവയായ ദൈവത്തെ പറ്റി മോശം പറഞ്ഞ മണ്ണിൽ നിന്ന് മണ്ണ് തുടച്ചു മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് തലയിൽ വെക്കാൻ പോകുന്നത്? അബ്രഹാം യഹോവയായ ദൈവത്തെ പറ്റി പറഞ്ഞില്ലേ? യഹോവയുടെ ശബ്ദത്തെ കേട്ടില്ലേ? അബ്രഹാമിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ? ഇസഹാക്ക്, യാക്കോബിനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. മോശ യഹോവയുടെ നാമത്തിൽ ഒന്നും സംസാരിച്ചില്ല ആരോടും. പിന്നെ മലയിൽ കയറിയിരുന്ന 40 ദിവസത്തിന് ശേഷം ആ 10 കൽപ്പനകളുമായിട്ട് ഇറങ്ങി വന്ന ആരുടെ സന്നിധിയിലേക്കാണ് കയറിപ്പോയത്? ആൽബർട്ടെ, ദാവീദ് ആകാശത്തിലേക്കുള്ള കിളിവാതിലുകളെ തുറന്നിരുന്ന എങ്ങോട്ടാണ്? ആരുടെ മുഖത്തേക്ക് നോക്കിയാണ്? ആരുടെ അടുത്തേക്കുള്ള പ്രാർത്ഥനയായിരുന്നു? ഇങ്ങോട്ട് വന്ന പ്രവാചകന്മാർ മുഴുവനും ആരുടെ നാമത്തിലായിരുന്നു? ഏലീശ, ഏലിയാവ് എന്നുവേണ്ട പ്രവാചകന്മാർ ആരുടെ ഇതിലായിരുന്നു? ഇയ്യോബ്, ഒരു ഹൃദയത്തിൽ ഒരു പിറുപിറുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. ദാനിയേല് ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്നുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദാവീദ് പുത്രനോശനാന്നാണ് പറയുന്നത്. ബാബിലോണിലെ തീച്ചൂളയിലെ വിശുദ്ധന്മാരായ 3 പേർ, 4-മനായ ഒരാൾ കടന്നു വന്നു അവരുടെ തീച്ചൂളയിൽ നിന്ന് രക്ഷിക്കുവാൻ. അപ്പൊ ഇത്രയും ആൾക്കാരെ പറ്റി പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കേ, ആ പഴയ നിയമത്തിൽ ഈ അബ്രഹാമും, ഇസ്ഹാക്ക്, യാക്കോബും, മോശയും, ദാവീദും, പ്രവാചകന്മാരും, ഇയ്യോബും, ദാനിയേലും, ബാബിലോണിലെ തീച്ചൂളയിൽ വിശുദ്ധന്മാരായ 3 പേരും ആരുടെ നാമത്തിലായിരുന്നു? ഇത് ഞാൻ എഴുതിയ പുസ്തകമല്ല, നിങ്ങളുടെ സഭയിലെ ആൾക്കാർ എഴുതിയ പുസ്തകമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൈബിള് കത്തിച്ചല്ലോ, പുതിയ നിയമം, വിശുദ്ധ വേദ പുസ്തകം, സത്യവേദ പുസ്തകം കത്തിച്ചു കളഞ്ഞല്ലോ. ആ കത്തിച്ചു കളഞ്ഞ കൂട്ടത്തിൽ ഈ പുസ്തകങ്ങളോട് നിങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കൂ. എന്നിട്ട് നിങ്ങൾ ആ റെഡ് ഇതിൽ ഇറക്കിയ ബൈബിളാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാണല്ലോ ഇപ്പം നിങ്ങൾ വാദിക്കുന്നത്. ആൽബർട്ട് യോഹന്നാനെപ്പോലുള്ളവർ വാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതെടുക്കൂ.
അതിന്റെ പേജ് 44. സുറിയാനി ആരാധനക്രമത്തിലെ മറ്റൊരു കേന്ദ്ര ആശ്രയം ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള പശ്ചാത്താപമാണെന്ന് നമുക്ക് കാണാം. സുറിയാനി ആരാധനാക്രമത്തിൽ ആകമാനം പാപങ്ങളെ പ്രതിയുള്ള മാനസാന്തരത്തിന്റെ ബോധ്യം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. തിങ്കളാഴ്ച സന്ധ്യാപ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നു, കർത്താവ് വന്ന് തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കും. നമ്മുടെ ഹൃദയം പാപത്താൽ തകർന്നിരിക്കുന്നു. മാമോദിസ നീരാൽ മിശിക അതിനെ സൗഖ്യമാക്കി. ഹല്ലേലൂയ. സൗഖ്യമാക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാണ്. അല്ല, ഈ ഹല്ലേലൂയയുടെ അർത്ഥം അറിയത്തില്ലായിരുന്നു അവർക്ക്. ഹല്ലേലൂയയുടെ അർത്ഥം എന്താണെന്ന് ഇത് കേട്ടതിന് ശേഷം ആൽബർട്ട് യോഹന്നാൻ ഒന്ന് പറഞ്ഞു തരണേ. ഹല്ലേലൂയ എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. സങ്കീർത്തനങ്ങൾ ആരാധനയിൽ, ക്രിസ്തീയ ആരാധനയിൽ സങ്കീർത്തനങ്ങൾ സുപ്രധാന ഭാഗമായി തീർന്നിട്ടുണ്ട്. ആദിമസഭയ്ക്ക് സങ്കീർത്തനങ്ങൾ നിത്യാഹാരമായിരുന്നു. സങ്കീർത്തനങ്ങളിൽ സഭ ജനിക്കുന്നു. സങ്കീർത്തനങ്ങൾ പാടുന്നതിന്റെ ആനന്ദകരമായ അനുഭവം എഫോസൂസിലെയും കൊലോസിയയിലെയും പൗലോസ്യ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ആൽബർട്ടെ, ഈ സങ്കീർത്തനം എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പ്രാവശ്യം കൊച്ചുകുട്ടികളെ നമ്മൾ ആദ്യമേ എന്താണ് പഠിപ്പിക്കുന്നത്? സങ്കീർത്തനം. യഹോവയുടെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല. ആ യഹോവയാണ് ആൽബർട്ട് പിശാചെന്ന് വിളിച്ചത്. ആൽബർട്ടും കൂട്ടരും എന്ന് വേണമല്ലോ പറയാൻ. ആൽബർട്ടും കൂട്ടരും പിശാചെന്ന് വിളിച്ചിരിക്കുന്നു. ആൽബർട്ടിന്റെ ആചാര്യ ഗുരു ഷിബുവും യഹോവയെ മോശം പറയുമ്പോൾ ഈ യഹോവയെ നിങ്ങൾ വിശ്വസിക്കുന്ന മലങ്കര സുറിയാനി ഓർത്തഡോക്സ് സഭയിൽ, ബിന്നിയോടും കൂടെ ഒക്കെയാണ് പറയുന്നത്, ഓർത്തഡോക്സ് സഭയിൽ ഈ സങ്കീർത്തനങ്ങൾ ആരാധനയിൽ എന്ന് വെച്ചാൽ ക്രിസ്തീയ ആരാധനയിൽ സങ്കീർത്തനങ്ങൾക്ക് സുപ്രധാനമായ ഭാഗമായി തീർന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികളല്ലേ? ക്രിസ്ത്യാനികളാണെന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങൾ ക്രിസ്ത്യാനികളല്ല എന്ന് തന്നെയാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്. ഞങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ സ്വഭാവം കൊണ്ടും നിങ്ങളുടെ ഇതുകൊണ്ടും നിങ്ങൾ തന്നെ പറയുകയാണ് നിങ്ങൾ ക്രിസ്ത്യാനികളല്ല എന്നുള്ളതാണ് തീർത്തു വരുന്നത്. ഇനി അതുകൂടാതെ മത്തായിയുടെ സുവിശേഷം 17 അധ്യായന്റെ 1 മുതൽ 3 വരെ 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനെ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അല്ല, ഈ മോശ ഏലിയാവും യഹോവയുടെ നാമത്തിലാണല്ലോ പല അത്ഭുത പ്രവൃത്തികളും ചെയ്തത്. 10 ബാധകളും കാര്യങ്ങളും എല്ലാം യഹോവയെ ദൈവം പറഞ്ഞു വിട്ടു. മോശയെ ഏലിയാവും അതേപോലെ തന്നെ അത്ഭുത പ്രവൃത്തി ചെയ്തു. ബാലിന്റെ വിഗ്രഹങ്ങളുമായിട്ടുള്ള വിഷയത്തിന്മേൽ വളരെ വ്യക്തമായിട്ടുള്ള ആ യഹോവയെ ദൈവം വളരെ മോശപ്പെട്ടവനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സാത്താനാണെന്നുണ്ടെങ്കിൽ ഈ മോശ ഏലിയാവും ആ കൂട്ടത്തിൽ പെട്ടവരല്ലേ? അപ്പോൾ സാത്താൻ നിങ്ങളുടെ വാദം അനുസരിച്ച് മലങ്കര സുറിയാനി സഭയിൽ നിൽക്കുന്ന ആൽബർട്ട് യോഹന്നാന്റെ വാദം അനുസരിച്ച് സാത്താനായിട്ടുള്ള ആളിന്റെ 2 ശക്തരായ പ്രവാചകന്മാരായിരുന്നോ മോശ ഏലിയാവും? അതിനൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. സുറിയാനി സഭക്കാരും ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കേൾക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 9 അധ്യായം 54. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബ് യോഹന്നാനും കണ്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. ഏലിയാവ് എന്താ ചെയ്തത്? ആകാശത്ത് നിന്ന് തീ ഇറക്കി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബാലിന്റെ ആൾക്കാരും മുഴുവനും കടന്നുകൊണ്ട് കൈയും കാലും ഒക്കെ മുറിച്ച് കടന്നുകൊണ്ട് ബാലെ ഇറങ്ങി വാ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു യാഗവും നടന്നില്ല, ഒരു പുകയും നടന്നില്ല, ഒരു സംഭവം നടന്നില്ല. എന്നാൽ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവിടെ ഹോമയാഗവും കാര്യങ്ങളും എല്ലാം നടന്നു. അത് ജീവനുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. യഹോവയായ ദൈവം, ത്രിയേക ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയാണ് നടക്കുന്നത്. നിങ്ങൾ ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹ എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ഈ പിതാവ് ആരാണ്? ആ പിതാവിന്റെ നാമം എന്താണ്? നിങ്ങൾ അതാണല്ലോ പറയുന്നത്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു പിതാവേ എന്ന് വിളിച്ചിട്ടുണ്ട്, യഹോവ എന്ന് വിളിച്ചിട്ടേ ഇല്ല. അത് കാരണം യഹോവ പിശാചാണ്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവിനെ പറ്റി നിങ്ങളുടെ ആൽബർട്ട് യോഹന്നാന്റെ ആചാര്യ ഗുരുവായ ഷിബു തന്നെ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ള ഭാഗം കിടപ്പുണ്ട്. വോയിസ് നമുക്ക് ക്ലബ് ഹൗസിൽ ഇഷ്ടംപോലെ ചർച്ചകളിൽ കിട്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ ചോദിക്കുകയാണ്, താങ്കളോട് ചോദിക്കുകയാണ്, ഈ യഹോവയായ ദൈവം സാത്താനാണെന്നുണ്ടെങ്കിൽ ഈ ഏലിയാവും മോശയും ഇവരൊക്കെ എങ്ങനെയാണ്? ഒന്ന് പറഞ്ഞേ. അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ അബ്രഹാം ആരുടെ നാമത്തിലാണ് അല്ലെങ്കിൽ ആരെയാണ് സേവിച്ചു നിന്നത്? യഹോവയായ ദൈവത്തെ അല്ലേ? ഇത് നിങ്ങളുടെ പുസ്തകമാണ്, ഞാൻ എഴുതിയ പുസ്തകമല്ല. ആണ്ട് തസ്ക, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി ക്രിസ്ത്യാനികളുടെ പെരുന്നാൾ ശുശ്രൂഷാക്രമം
MOC പബ്ലിക്കേഷൻസ് ദേവലോകം കോട്ടയത്തു നിന്ന് ഇറക്കിയിരിക്കുന്ന പുസ്തകമാണ്. ഇതൊക്കെ ആൽബർട്ട് യോഹനാനും കൂട്ടരും യഹോവയെ തെറിഞ്ഞു നടക്കുന്നവർക്കും ഇത് അറിയാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് രാത്രി പ്രാർത്ഥന, പ്രാരംഭ പ്രാർത്ഥന, ഉറക്കമില്ലാത്ത ഉള്ളവനായ എൻ്റെ കർത്താവെ, നിന്റെ ഉണർച്ചയെ സ്തോത്രം ചെയ്യുവാനായിട്ട് പാപം മുഴുകൽ നിന്ന് ഞങ്ങളുടെ ഉറക്കത്തെ ഉണർത്തണമേ. മരണമില്ലാത്ത ജീവനുള്ളവനെ, നിന്റെ കരുണയെ ഞങ്ങൾ വന്ദിപ്പാനായിട്ട് മരണത്തിന്റെ നാശത്തിന്റെ ഉറക്കത്തിൽ നിന്ന് ഞങ്ങളുടെ മരണത്തെ ജീവിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ, സ്വർഗത്തിലും ഭൂമിയിലും സ്തുതിക്കപ്പെട്ടവനും വാഴ്ത്തപ്പെട്ടവനും നീ ആകയാൽ നിന്നെ സ്തുതിക്കുന്നവരായ സ്വർഗീയ മാലാഖമാരുടെ മഹത്വമുള്ള വൃന്ദങ്ങളോട് ഒരുമിച്ച് വിശുദ്ധിയോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിന്നെ സ്തുതിച്ചു വാഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാത്രി പ്രാർത്ഥന നടത്തുന്നതല്ലേ. ഈ പുസ്തകം എന്തെക്കാളും മേടിക്കാൻ കിട്ടും. ആൽബർട്ടിന്റെ ഒക്കെ വീട്ടിൽ കാണും. അതിൻ്റെ അകത്ത് അതിന് ആമീൻ എന്ന് എഴുതി വെച്ചതിന് ശേഷം 134, 119, 117 സങ്കീർത്തനങ്ങൾ വായിക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ വളരെ വ്യക്തമായിട്ട് 134 സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ, അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായി യഹോവയുടെ സകലദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനം 134, 1 മുതൽ 3 വരെയുള്ള ഭാഗത്ത്. നിങ്ങൾ ഈ ആണ്ട് രാത്രി കൗമ ചൊല്ലിയതിന് ശേഷം 134 സങ്കീർത്തനം ചെല്ലുമ്പോൾ ആൽബർട്ടെ അവിടെ എങ്ങനെയാണ് നിങ്ങൾ അന്നേരപ്പോഴത്തേനും അച്ഛന്മാരും എല്ലാം അവർക്ക് സത്യസന്ധമായ കാര്യങ്ങൾ അവർക്കും ബോധ്യമായിട്ടുണ്ട്. പക്ഷെ യഹോവ പിശാചാണെന്ന് പറഞ്ഞു നടക്കുന്ന ആൽബർട്ട് അവിടെ എങ്ങനെയായിരിക്കും ചൊല്ലുന്നത്? അല്ലയോ രാത്രി കാലങ്ങളിൽ ആൽബർട്ടിന്റെ ഉപദേശം അനുസരിച്ച്, ജിജിയുടെ ഉപദേശം അനുസരിച്ച്, ഷിബു പീഡിയക്കലിന്റെ ഉപദേശം അനുസരിച്ചാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത്. അല്ലയോ രാത്രി കാലങ്ങളിൽ പിശാചിന്റെ ആലയത്തിൽ നിന്നാണോ അപ്പൊ ആൽബർട്ട് വായിക്കുന്നത്? കുടുംബത്തിൽ ഇങ്ങനെയാണോ അന്നേരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അതുകൂടാതെ 119 സങ്കീർത്തനം വലിയ സങ്കീർത്തനം. അതിന്റെ 1-ാമത്തെ വാക്യം, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൻ, നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. സങ്കീർത്തനങ്ങൾ 119, 1 മുതൽ 3 വരെയുള്ള ഭാഗം. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ വേണ്ട വിധം ബഹുമാനിക്കാത്തത് കൊണ്ടാണ് ആൽബർട്ട് യോഹനാനും കൂട്ടരും ഈ ആചാര്യ ഗുരു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന നിന്റെ തലമൂത്തപ്പനായിട്ടുള്ള ആ ഷിബുവും കൂട്ടരും ഈ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുക, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിനെ തള്ളിക്കളയുന്നതിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടായിരിക്കാം യഹോവയെ തെറി പറഞ്ഞു നടക്കുന്നത്. നിങ്ങള് എങ്ങോട്ടുള്ള യാത്രയാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അടുത്തത് 117 സങ്കീർത്തനം 1-2. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവന്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. സങ്കീർത്തനങ്ങൾ 117, 1 മുതൽ 2 വരെ. അല്ല ആൽബർട്ട് യോഹനാനെ, അന്റെ പുസ്തകത്തിന്റെ അകത്ത് ഇതെല്ലാം മാറ്റി എഴുതിയിരിക്കുകയാണോ? നിന്റെ ഇരിക്കുന്ന യഹോവയെ തെറി സാത്താൻ എന്ന് പറയുന്ന ആൽബർട്ട് യോഹനാന്റെയും കൂട്ടരുടെയിലും ഇരിക്കുന്ന ജിജി എന്ന് പറയുന്ന കൾട്ടേഴ്സിന്റെ അതിന്റെ അകത്ത് ഇരിക്കുന്ന, നിന്റെയിലൊക്കെ ഇരിക്കുന്ന പുസ്തകത്തിന്റെ അകത്ത് യഹോവയുള്ളെന്ന് പറയുന്ന സ്ഥലത്തെല്ലാം പിശാചെന്ന് എഴുതി വെച്ചിരിക്കുകയാണോ? മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ എല്ലാവരോടും കൂടാണ് ചോദിക്കുന്നത്. ഇവരെപ്പോലുള്ളവരൊക്കെ കുറെ ബന്ധക്കോസുകാരെയും മറ്റുള്ളവരെയൊക്കെ തിരിച്ച് നിങ്ങളുടെ സഭയിലേക്ക് എത്തിക്കുന്നു എന്ന് പറഞ്ഞു വരുമ്പോൾ, നിങ്ങൾ ചൊല്ലുന്ന തിരിച്ചു മടങ്ങി വരുമ്പോൾ നിങ്ങൾ ചൊല്ലുമ്പോൾ മാമോദിസയിലും അവർക്ക് കൊടുക്കുന്ന കുർബാനയിലും യഹോവയായ ദൈവത്തെ നിങ്ങൾ ഏത് രീതിയിൽ കാണുന്നു? ഇത്തരം കൾട്ടുകളെ നിങ്ങളുടെ സഭയ്ക്കകത്ത് പ്രവേശിപ്പിക്കാതിരിക്കുക. ഇതെന്തൊക്കെയാണ് ജനനപ്പെരുന്നാൾ സന്ധ്യ ആ ആണ്ട് തസ്കയ്ക്കകത്ത് തന്നെ ഉള്ളതാണ്. ഇതെന്തൊക്കെയാണ് ആൽബർട്ടെ പാടാതിരിക്കത്തില്ലല്ലേ? മാർ യാക്കോബിന്റെ ബോബുസോ. എനിക്ക് പാട്ട് പാടാൻ അറിയത്തില്ല, പക്ഷെ ആ പാട്ട് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പാടിൻ 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 ഹല്ലേലൂയ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. താഴെയും ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൽബർട്ടിനോട് ഞാൻ ചോദിക്കുകയാണ്, ആൽബർട്ടെ ഹല്ലേലൂയ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതുകൂടാതെ ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ സംഹിതയിൽ നിന്നുകൊണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ കുർബാന, മാമോദിസ, കൂദാശകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ്, യഹോവയായ ദൈവം പിശാചാണെന്ന് നിങ്ങളുടെ പ്രമാണ സംബന്ധമായ നിങ്ങളുടെ പിതാക്കന്മാരോ നിങ്ങളുടെ ബാവാ കക്ഷിയോ മെത്രാൻ കക്ഷിയോ ഇതിൽപ്പെട്ട ആരെങ്കിലും എഴുതിയതായിട്ടുള്ള നിങ്ങൾ വിശ്വസിച്ചു പോകുന്ന ഏതേലും പ്രമാണ പുസ്തകമുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറയണം. മനസ്സിലായോ? നിങ്ങൾക്കത് പറയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ
ആരുടെ കൂട്ടത്തിലാണ് എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആൽബർട്ടിനും കൂട്ടരോടും ചോദിക്കുകയാണ്, യഹോവയെ പിശാചെന്ന് പറഞ്ഞു നടക്കുന്ന നിങ്ങളോട് ചോദിക്കുകയാണ്, വേറൊരു തോപ്പുകൂടെയുണ്ട്. അത് ഈ ആത്മാവ് തന്നെയാണ്. മോശപ്പെട്ടവനാണ്, മോശ അയച്ച ദൈവം മോശപ്പെട്ടവനാന്ന് പറഞ്ഞ ഒരു തോപ്പുകൂടെയുണ്ട്. അതേപോലെ തന്നെ നടക്കുന്ന ഒരുത്തനാണ് നീയും ഷിബു എല്ലാരും. പിന്നെ നിന്നെ വിളിച്ചിരുത്തി യഹോവയായ ദൈവം പിശാചാണെന്ന് പറഞ്ഞു നടന്ന വേറെ ഒരുത്തനോടുണ്ട്, UP കാരനൊരുത്തൻ. അവൻ എന്നെ കാണുമ്പോൾ ഭയങ്കര പേടിയാ. അവൻ എന്നെ പറ്റി കുറച്ച് പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം പുള്ളി കമ്പിളിപ്പുതപ്പ് വെച്ച് ഇങ്ങനെ വിറച്ചിരിക്കാന്നാണ് ഞാൻ അറിഞ്ഞത്. എന്റെ മുഖം കണ്ടപ്പോഴത്തേനും പറയാം, ഇതുപോലെ ക്രൂരതയുള്ള ഒരു മുഖം ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല എന്നാ മറ്റേ ഇവൻ പറഞ്ഞതാ, പൊളവൻ തോമസ് പറഞ്ഞതാണ്. ആ കുട്ടകളിക്കാരൻ മാക്രിപിടുത്തക്കാരനെ പുള്ളി പറയാണ്, അജീഷിന്റെ മുഖം കണ്ട് ഞാൻ ഭയപ്പെട്ടു പോയി. ഇതുപോലെ വൈരാഗ്യം, ഇതുപോലെ ക്രൂരതയുള്ള ഒരു മുഖം കണ്ടിട്ടില്ല. എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ തോന്നുമല്ലോ. എന്താണ് അവസ്ഥ? അത് എന്തും ആയിക്കോട്ടെ. ആൽബർട്ടിനോടും കൂട്ടരോടും പറയാണ്, ദൈവത്തിനെതിരായിട്ട് നിൽക്കാതെ നിങ്ങൾ പുതിയ നിയമത്തിൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ അല്ലെന്നുണ്ടെങ്കിൽ മത്തായി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പഴയ നിയമത്തിൽ നിന്നൊരു തുടർച്ചയുണ്ട്. നിങ്ങൾ ആരെയാണ് ഈ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളെ കുറെ ആൾക്കാരെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കാം. പക്ഷെ ഇതൊന്നും ഇവിടെ നടക്കൂല. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സഭ പോകുന്നതുണ്ടെങ്കിൽ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സഭയുടെ ആൾക്കാർ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളെപ്പോലുള്ളവർ പറയുന്ന എന്താണെന്ന് അവർക്ക് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ചിലപ്പോൾ എന്നെ കൊണ്ട് ദൈവം പറയിപ്പിക്കുന്നത്. മനസ്സിലായോ? അവരെന്താണെന്ന് അറിയത്തില്ല പറയാത്തത്. ചിലപ്പം കുറച്ച് ബന്ധക്കോസുകാരെയും അല്ലെങ്കിൽ കുറച്ച് ബ്രദറൻകാരെയും അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ നിങ്ങൾ സഭയിലേക്ക് എത്തിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലൊക്കെ ആയിരിക്കാം അവർ ചിലപ്പോൾ മൗനം ഭജിച്ചിരിക്കുന്നത്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സേവന പാരമ്പര്യമുള്ളവരെ തിരിച്ച് സഭയിലേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ ചെയ്യാത്ത കാര്യം എന്തൊക്കെ ഇവരെ കൊണ്ട് യഹോവയെ തെറി വിളിപ്പിച്ചിട്ടാണെങ്കിലും കുറെ ആൾക്കാരെ ഇവർ അവിടെ എത്തിക്കുമല്ലോ. ആ ഒരു ചിന്തയിലായിരിക്കാം ചിലപ്പോൾ അവർ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ആൽബർട്ടിനോടും കൂട്ടരോടും പറയാണ്, നീയൊക്കെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ആ സുവിശേഷം പഴയ നിയമത്തിൽ നിന്നുള്ള തുടർച്ചയാണെന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കാണാം. മനസ്സിലായോ? പ്രവാചകന്മാരും എല്ലാവരും എന്നെ പറ്റി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാക്യം കിടപ്പുണ്ട്. അത് ഏത് പ്രവാചകന്മാർ ആരുടെ നാമത്തിൽ പ്രവചിച്ചവരാണെന്ന് ആൽബർട്ടും കൂട്ടരും ഒന്ന് ബൈബിൾ പരിശോധിച്ച് മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കിയെടുക്കണം. യഹോവയെ തെറി പറഞ്ഞു വരുന്ന, യഹോവ പിശാചാണെന്ന് പറഞ്ഞു വരുന്നവരെ പെരയ്ക്കകത്ത് പോലും കയറ്റരുത്. മനസ്സിലായോ? യഹോവയെ തെറി പറഞ്ഞ് യഹോവയെ പിശാചാണെന്ന് പറഞ്ഞു വരുന്ന ഇത്തരം കൾട്ടുകളെ നിങ്ങൾ മനസ്സിലാക്കുക. കുറെ എണ്ണം കുറെ കൾട്ട് ഉപദേശത്തിലേക്ക് പോയിട്ടുണ്ട്. ഇത് ഞാൻ എഴുതിയതോ എൻ്റെ കുടുംബക്കാരെഴുതിയോ എൻ്റെ സഭ എഴുതിയതോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ള സഹോദരന്മാരെഴുതിയതോ അല്ല. ഇത് അവര് ആൽബർട്ട് യോഹന്നാൻ വിശ്വസിച്ച് നിൽക്കുന്നു എന്ന് പറയുന്ന ആ സഭക്കാരെഴുതിയ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പുസ്തകം തെറ്റാണെന്ന് സഭ പറയട്ടെ. ഇല്ല എന്നുണ്ടെങ്കിൽ ആൽബർട്ടിന്റെ ഉപദേശം തെറ്റാണെന്ന് അവരുടെ സഭ പറയട്ടെ. ഞാൻ വിധിക്കാൻ ആളല്ല. പക്ഷെ ഒരു കാര്യം ആൽബർട്ട് യോഹന്നാനും കൂട്ടരോടും പറയാണ്, യഹോവയെ പിശാചെന്നും തെറിയും വിളിച്ചു നടക്കുന്നത് നിന്നോടൊക്കെ പറയാണ്, നിന്നെയൊക്കെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പാകെ തലകുനിച്ച് നിൽക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് മുമ്പാകെ മാനസാന്തരപ്പെട്ട് നിങ്ങൾ ജീവിക്കാൻ നോക്കും. മനസ്സിലായോ? കാരണം എന്താ അറിയോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെച്ച് അല്ലെങ്കിൽ പുതിയൊരു ഉപദേശമായിട്ട് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് നിന്നല്ല, വിശുദ്ധ വേദപുസ്തകത്തിന്റെ പുറത്തു നിന്നാണ് നിങ്ങൾക്ക് ഉപദേശമായിട്ട് വന്നിരിക്കുന്നത്. അകത്തു നിന്നുള്ള ഉപദേശമായിട്ട് പറഞ്ഞിരിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ സംസാരിക്കണം. മനസ്സിലായോ ആൽബർട്ടെ? ഇതൊക്കെയാണ് സംഭവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് കണ്ടം വഴി ഓടി ലാസ്റ്റ് വാഴയുടെ അടിയിൽ ഒളിക്കേണ്ട അവസ്ഥ വന്നത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആൽബർട്ടിനെ കൂടെ വിളിച്ചിരുത്തി ലൈവ് ചെയ്ത ആ മഹാനുണ്ടല്ലോ യുപിക്കാരൻ എന്തേ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തത്? ഭയമാണോ? ഭയമായിരിക്കും അല്ലേ? കാരണം എന്താ, തിരിച്ചു മറുപടി അറിയത്തില്ലല്ലോ. ത്രിത്വം പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തെ 4 ഇതിലേക്ക് കൊണ്ടുവന്ന ആളല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാത്തില്ല. ഞങ്ങളെപ്പറ്റി കുറെ തെറി പറയാനും മോശം പറയാനും നിങ്ങൾക്കറിയാം. അത് അത്ര ഉള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം, എന്നെ കേട്ടവരോട് പറയാണ്, നിങ്ങൾ ഇത്തരം ഉപദേശത്തിലേക്ക് പോകാതിരിക്കുക. എത്തരം? ആൽബർട്ട് യോഹന്നാനും കൂട്ടരും പറഞ്ഞ യഹോവ പിശാചാണെന്നും യഹോവ
മോശക്കാരനാണെന്നും ഒക്കെ പറഞ്ഞു വരുന്ന ഈ ഉപദേശത്തിന്റെ പിന്നാലെ നിങ്ങൾ സഞ്ചരിക്കാതിരിക്കുക. കാരണം ത്രിയേക ദൈവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ജീവനുള്ള ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്തരം കൾട്ടുപദേശത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. സത്യസന്ധമായ നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുക. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബോധ്യമാകുന്നതിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുക. പക്ഷെ ഒരു കാര്യം, ബോധ്യമാകുമ്പോൾ ഇത് യഹോവ പിശാചാണ് അല്ലെങ്കിൽ മോശപ്പെട്ട ആളാണ്, ഈ കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ള, നിങ്ങൾക്ക് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരാൻ സാധ്യമാകുന്ന നല്ല ഒരു ഉപദേഷ്ടാവായിട്ട് സംസാരിച്ച് അതിന്റെ സംശയങ്ങളെ തീർത്ത് മുമ്പോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുക. ഇത്തരം ദുരുപദേശത്തിന്റെ പിന്നാലെ യാത്ര ചെയ്യാതിരിക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം ഇനിയും നമ്മൾ തമ്മിൽ കാണും വരെ സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആ ജീവനുള്ള ദൈവത്തിന് മുമ്പാകെ നമുക്ക് വളരെ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്യാം. ക്രിസ്തു നിങ്ങളെല്ലാവരെയും അവന്റെ ചിറകിൻ കീഴിൽ നിങ്ങളെല്ലാവരെയും മറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.